ആഗോള സമുദ്രപാതയായ ബാബ് അൽ മന്ദേബ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും കടുത്ത മുന്നറിയിപ്പുമായി യമൻ തലസ്ഥാനമായ സനയിലെ ബാബ് അൽ മന്ദേബ് കടലിടുക്ക് അടയ്ക്കാൻ തീരുമാനിച്ചാൽ ലോകത്തെ ഒരു ശക്തിക്കും അത് വീണ്ടും തുറക്കാൻ കഴിയില്ലെന്ന് യമൻ ഉപവിദേശകാര്യമന്ത്രി ഹുസൈൻ അൽ എസി പ്രഖ്യാപിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അദ്ദേഹത്തിന്റെ നയങ്ങളെയും നേരിട്ട് പരാമർശിച്ചുകൊണ്ടായിരുന്നു അൽ എസിയുടെ പ്രതികരണം. മുസ്ലിം രാഷ്ട്രങ്ങളുടെയും ജനതയുടെയും അവകാശങ്ങളെ ബഹുമാനിക്കണം ും മേഖലയിലെ സമാധാനത്തിന് തടസ്സമാകുന്ന നയങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബാബ് അൽ മന്ദേബ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ യമൻ തീരുമാനമെടുത്താൽ അത് പിന്നീട് തുറക്കാൻ ആർക്കും സാധിക്കില്ല. അതിനാൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് തടസ്സമാകുന്ന എല്ലാ നടപടികളും നയങ്ങളും അവസാനിപ്പിക്കുന്നതാണ് ട്രംപിനും കൂട്ടാളികൾക്കും നല്ലത്. ലോകരാഷ്ട്രങ്ങളുടെയും മുസ്ലിം സമൂഹത്തിന്റെയും അവകാശത്തെ ബഹുമാനിക്കാൻ ഞങ്ങൾ അവരോട് അഭ്യർത്ഥിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏത് ആക്രമണത്തെയും നേരിടാൻ യമൻ സായുധ സേനകൾ സർവ്വസജ്ജമാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള ഏത് തരത്തിലുള്ള ആക്രമണത്തെയും പ്രതിരോധിക്കാനും യമൻ തയ്യാറാണ്. ഇറാനെ ലക്ഷ്യമാക്കി നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളെയും യമൻ അപലപിച്ചു. ഇത്തരം നീക്കങ്ങൾ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ശക്തിപ്പെടുത്താനേ സഹായിച്ചുള്ളൂ. ലബനൻ, ഇറാഖ്, പലസ്തീൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പോരാളികൾ തമ്മിലുള്ള ഐക്യവും സൈനിക നടപടികളുടെ ഫലപ്രാപ്തിയും പുതിയ സാഹചര്യത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മേഖലയിലെ സംഘർഷങ്ങളിൽ നിർണായകമായ മറ്റൊരു ചുവടുവയ്പ് കൂടി യമൻ നടത്തുന്നുണ്ട്. മാർച്ച് 28-ന് ഇസ്രായേലിന്റെ തെക്കൻ ഭാഗങ്ങളിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യമൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളിൽ നടന്ന ഈ ആക്രമണം ഇസ്രായേൽ ഭീഷണികൾക്കിടയിൽ ഇറാനെയും മറ്റ് സഖ്യകക്ഷികളെയും സംരക്ഷിക്കാൻ യമൻ ഔദ്യോഗികമായ യുദ്ധത്തിൽ ഇടപെട്ടതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ബാബ് അൽ മന്ദേബ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ പാതകളുടെ നിയന്ത്രണം യമൻ ശക്തമാക്കുന്നത് ആഗോള വിപണിയെയും രാഷ്ട്രീയത്തെയും ഒരേപോലെ ബാധിക്കുമെന്നിരിക്കെ യമന്റെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മുസ്ലിം രാഷ്ട്രങ്ങളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഹൂതികളും. ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തി ഇറാൻ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ പോകുന്നത് തടയാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിൽ ആശങ്ക രേഖപ്പെടുത്തി അമേരിക്കയുടെ സഖ്യകക്ഷിയായ സൗദി അറേബ്യയും രംഗത്തു വന്നിട്ടുണ്ട്. മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാൻ ഇത് കാരണമാകുമെന്നാണ് സൗദി അറേബ്യയുടെ വിലയിരുത്തൽ. ഇറാനെതിരെയുള്ള ഇസ്രായേൽ യുദ്ധവും ഹോർമൂസ് കടലിടുക്ക് അടച്ചതും മിഡിൽ ഈസ്റ്റിലെ എണ്ണവാതക ഉൽപാദക രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കാനും സമാധാന ചർച്ചകളിലേക്ക് മടങ്ങിയെത്താനും ട്രംപ് ഭരണകൂടത്തിന് മേൽ സൗദി അറേബ്യ സമ്മർദ്ദം ചെലുത്തുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കാനുള്ള ട്രംപിന്റെ നീക്കം അവരെ പ്രകോപിപ്പിച്ചേക്കും. ഇത് മറ്റു പ്രധാന ഷിപ്പിംഗ് റൂട്ടുകൾ തടസ്സപ്പെടുത്താൻ ഇറാനെ പ്രേരിപ്പിച്ചേക്കും. ഇറാന്റെ തകർന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ ഇറാനിയൻ ചരക്ക് നീക്കങ്ങളും തടയണമെന്ന് തീരുമാനിച്ചത്. എന്നാൽ ഇതിന് തിരിച്ചടിയായി സൗദിയുടെ എണ്ണ കയറ്റുമതിക്ക് നിർണായകമായ ചെങ്കടലിലെ ബാബ് അൽ മന്ദേബ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചേക്കുമെന്ന് സൗദി അറേബ്യ ന് മുന്നറിയിപ്പ് നൽകി. 6 ആഴ്ച നീണ്ടുനിന്ന യുദ്ധത്തിലൂടെ നിർണായകമായ ജലപാതകൾ അടച്ചുപൂട്ടാനും മേഖലയിലെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിക്കാനുമുള്ള തങ്ങളുടെ കഴിവും സന്നദ്ധതയും ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. ഇത് അയൽരാജ്യങ്ങളുടെ സുരക്ഷാ കണക്കുകൂട്ടലുകളെ മാറ്റിമറിക്കുകയും ഗൾഫ് രാജ്യങ്ങളുടെ ദീർഘകാല എണ്ണവാതക തന്ത്രങ്ങളെ അപകടത്തിലാക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ദിവസങ്ങൾ നീണ്ട തടസ്സങ്ങൾക്ക് ശേഷം ചെങ്കടലിലേക്ക് പൈപ്പ് ലൈൻ വഴി എണ്ണ എത്തിച്ച് പ്രതിദിനം 7 ദശലക്ഷം ബാരൽ എന്ന യുദ്ധത്തിന് മുമ്പുള്ള കയറ്റുമതി നിലവാരത്തിലേക്ക് തിരിച്ചെത്താൻ സൗദി അറേബ്യയ്ക്ക് സാധിച്ചു. എന്നാൽ ബാബ് അൽ മന്ദേബ് കൂടി അടയ്ക്കപ്പെട്ടാൽ ഈ വിതരണ ശൃംഖലയും തകരുമെന്നാണ് റിയാദ് ആശങ്കപ്പെടുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യമനിലെ ഇറാന്റെ സഖ്യകക്ഷികളായ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് ബാബ് അൽ മന്ദേബിന് അടുത്തുള്ള തീരപ്രദേശം. ഖാസ സംഘർഷ സമയത്ത് ഈ ജലപാതയിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഹൂതികൾക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ ഈ പാത വീണ്ടും അടച്ചുപൂട്ടാൻ ഇറാൻ ഹൂതികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.